റിപ്പോർട്ടർ ചാനലിന്റെ മെയിൻ മുഖമായ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉയരുന്നത്. അതായത് അരുൺകുമാറിനെതിരെയും റിപ്പോർട്ടറിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. ഉമ്മൻചാണ്ടിയെ അവഹേളിക്കാൻ നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയെ പറയാൻ നിനക്കെന്ത് യോഗ്യതടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും അരുൺകുമാറിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സഭയെ പോലും, കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളെ പോലും അരുൺകുമാർ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതാ വിശ്വാസ സമൂഹത്തെ ഒന്നാകെ പ്രതിഷേധിക്കാൻ ഇടയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നു, ഇനി റിപ്പോർട്ടറിന്റെ ചർച്ചയ്ക്ക് ഞങ്ങളാരും പോകില്ല. ഞങ്ങളുടെ ഏറ്റവും ജനപ്രിയനായ അല്ലെങ്കിൽ ജനകീയനായ മുഖ്യമന്ത്രി മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ അവഹേളിക്കുന്ന സംസാരം നടത്തിയ അരുൺകുമാർ ഇരിക്കുന്ന ചാനലിൽ ഇനി ഞങ്ങളാരും ചർച്ചയ്ക്ക് പോകില്ല, ഞങ്ങളെ ആരും വിളിക്കണ്ട എന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. സത്യത്തിൽ ആന്റോ അഗസ്റ്റിൻ അലറി വിളിക്കുകയാണ്. ഒരു വിധത്തിൽ ചാനലിനെ എങ്ങനെയെങ്കിലും റേറ്റിംഗിൽ എന്തെങ്കിലുമൊക്കെ മായകൾ കാണിച്ച് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഓരോ അവതാരങ്ങൾ ഇറങ്ങി തന്നെ വെട്ടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ചാനലിനെ തകർക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ചില സംസാരങ്ങൾ റിപ്പോർട്ടിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കലാപ സൃഷ്ടി റിപ്പോർട്ടറിൽ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല. കാരണം അരുൺകുമാറും മറ്റുള്ളവരും ഇടയ്ക്കിടയ്ക്ക് വരുത്തി വയ്ക്കുന്ന ചില കാരണങ്ങൾ റിപ്പോർട്ടറിനെ ഇപ്പോൾ റിപ്പോർട്ടറിനെ 2ാം സ്ഥാനത്തേക്കാണ് തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടറിന് ആദ്യം 2-3 തവണ 1ാം സ്ഥാനത്ത് നിന്ന് റിപ്പോർട്ടർ ഒരുപക്ഷെ ഇനി അടുത്ത ബാർക്ക് റേറ്റിൽ 3ാം സ്ഥാനത്തേക്ക് മാറാനും സാധ്യതയുണ്ട്. കാരണം മരണപ്പെട്ടു പോയ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ പരസ്യമായി മരണപ്പെട്ടു പോയ VS അച്യുതാനന്ദന്റെ വിലാപയാത്രയിൽ പരസ്യമായി അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഞാൻ ഉമ്മൻചാണ്ടി അല്ല, ഒരാൾ എഴുതി തന്നതാണ് വായിച്ചത് എന്നാണ് പറയുന്നത്. അരുൺകുമാർ വിലാപയാത്രയിൽ സംസാരിച്ചിടത്ത് ഒരിടത്തും ഇത് എഴുതി തന്നതാണ്, ഇതൊരു പ്രേക്ഷകന്റെ അഭിപ്രായമാണെന്ന് ഒരിടത്തും പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടുമില്ല. അപ്പോൾ അരുൺകുമാർ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ ഛർദ്ദിച്ചു തുപ്പിയതാണ്. അതിന് കനത്ത തിരിച്ചടിയാണ് റിപ്പോർട്ടറിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, അരുൺകുമാർ രാജിവെക്കുമെന്ന് വരെയുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നെ അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തൊക്കെ കാണിക്കും, എങ്ങനെ കാണിക്കുമെന്നൊന്നും നമുക്ക് PV അൻവറിനെ പോലെയാണ്. കുതിരയിൽ സവാരി നടത്തും, ചിലപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെല്ലും, ചിലപ്പോൾ ഡാൻസ് കളിക്കും, നൃത്തം ചെയ്യും. ഈ യൂട്യൂബേഴ്സിനെയൊക്കെ വലിയ രീതിയിൽ പിന്നെ എന്താ പറയുക, അതൊന്നും വാർത്തകൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാലും ചില യൂട്യൂബേഴ്സ് കാണിക്കുന്നതിനേക്കാളും തരം താഴ്ന്ന കാര്യങ്ങളാണ് അവർ അവിടെ കിടന്ന് കാണിക്കുന്നത്. സുജയ പാർവതി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിച്ച നാടകങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ എടുത്ത് പുറത്തിടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവിടെ അല്പമെങ്കിലും മിതത്വം കാണിച്ചത് സ്മൃതി പരുത്തിക്കാടാണ്. സ്മൃതിക്കെതിരെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും അല്പമെങ്കിലും സാമാന്യ മര്യാദ കാണിച്ചത് സ്മൃതി പരുത്തിക്കാട് മാത്രമാണ്. ഒരു വിഷയം വരുമ്പോൾ അതിനെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു മരണം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനെ ഏത് തരത്തിലാണ് അതിൽ സംസാരിക്കേണ്ടതെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിരുന്ന ഒരാൾ സ്മൃതി പരുത്തിക്കാടാണ് എന്നും ചില കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ചില കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തെയും മലങ്കര സഭയുടെ വിശ്വാസത്തെയും മലങ്കര സഭയുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അവഹേളിച്ചുകൊണ്ടാണ് റിപ്പോർട്ടറിന്റെ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ പരാമർശം നടത്തിയതെന്നാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഫേസ്ബുക്ക് പേജിലൂടെ വിശ്വാസികൾ ആരോപിക്കുന്നത്. അതായത് അരുൺകുമാർ ഡോക്ടറേറ്റ് നേടിയെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു അധ്യാപകനാണ്. മാധ്യമ പ്രവർത്തനം പഠിക്കാതെയും എന്താ പറയുക, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരാകാമെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്ന കുറച്ചു പേർ നമ്മുടെ ചാനലുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അവർ മാധ്യമ പ്രവർത്തകരാകണമെന്നൊന്നുമില്ല. അവരെ പറയുന്ന പൈസ കൊടുത്ത് ചാനലുകൾ വിലക്കെടുക്കും. കഴിവുള്ളവർ അപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ്. കല്ലറകളിൽ മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും മലങ്കര സഭയുടെ വിശ്വാസ ആചാരങ്ങൾ അനുവദിക്കുന്നതാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ ചൂണ്ടിക്കാട്ടുന്നു. നാടിനെ ഭരിച്ച 2 മുഖ്യമന്ത്രിമാരെയും അവരുടെ മരണത്തെയും സഭ വേണ്ട വിധത്തിൽ ആദരിക്കുകയും
ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. അതിനിടയ്ക്ക് പൊള്ളയായ വാക്കുകൾ കുത്തിക്കയറ്റി ആരെങ്കിലുമോ ഏതെങ്കിലുമോ ചില പ്രത്യേക കരിവാരി തേക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്നാണ് ഫേസ്ബുക്കിലൂടെ വിശ്വാസികൾ പറയുന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യത്തെയും മലങ്കര സഭയുടെ വിശ്വാസത്തെയും മലങ്കര സഭയുടെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും അവഹേളിച്ചുകൊണ്ട് റിപ്പോർട്ടർ എന്ന ചാനലിന്റെ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ നടത്തിയ പരാമർശം തികച്ചും നിർഭാഗ്യകരമാണ്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഈ മാധ്യമ പ്രവർത്തകൻ ഇന്ന് മറുകണ്ഠം ചാടി സംസ്കാരത്തെയും മൃതരായവരുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെയും അവഹേളിക്കുന്നത് പ്രത്യക്ഷ താല്പര്യങ്ങളോ ആരുടെയെങ്കിലും വിധേയം കാണിക്കാനോ ചാനലിന്റെ റേറ്റിംഗ് പ്രശ്നമാവാം, അത് എന്തുമാവട്ടെ. 8 നാടും കീർത്തികേട്ട പുതുപ്പള്ളി മലങ്കര സഭയുടെ പ്രശസ്ത ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. 9 സഹോദരന്മാരുടെ മധ്യസ്ഥതയുള്ള ദേവാലയം. പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ വരുന്നവർ അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കല്ലറ അവിടെ ഉണ്ടെങ്കിൽ അവിടെയും പോയി പ്രാർത്ഥിക്കുന്നുണ്ടാകും. ചിലപ്പോൾ മെഴുകുതിരി കത്തിക്കും. അതുപോലെ തിരിച്ചും സഭാവിശ്വാസികളല്ലാത്തവർ അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കും. പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതോ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതോ മെഴുകുതിരി കത്തിക്കുന്നതോ മലങ്കര സഭയുടെ പാരമ്പര്യത്തിന്റെ വിശുദ്ധമല്ല, സഭയുടെ വിശ്വാസ ആചാരങ്ങൾ അനുവദിക്കുന്നതുമാണ്. മൃതരായവരെ വിശുദ്ധ കുർബാനയിൽ ഓർമ്മിക്കുന്നതും അവരുടെ കല്ലറയിൽ ധൂപപ്രാർത്ഥന നടത്തുന്നതും സഭാ പാരമ്പര്യമാണ്. മൃതരായവരെ മലങ്കര സഭ എങ്ങനെ കാണുന്നു എന്നത് താങ്കൾ കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. മലങ്കര സഭ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായോ പുണ്യവാളനായോ പ്രഖ്യാപിച്ചിട്ടില്ല. സഭയിലെ അംഗങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കല്ലറയിൽ വരുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും ജനങ്ങളുടെ മനസ്സിൽ കയറിയ നേതാവിന്റെ കല്ലറ മലങ്കര സഭയുടെ പുതുപ്പള്ളി പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടെ ആളുകൾ വരുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും കൊണ്ട് മലങ്കര സഭയെ അവഹേളിക്കുന്ന വൃത്തികെട്ട മാധ്യമ രീതിയോട് യോജിപ്പില്ല. താല്പര്യങ്ങൾക്ക് വേണ്ടി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറഞ്ഞ് സഭയെ അവഹേളിക്കുവാൻ നോക്കിയാൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് അറിയിക്കട്ടെ. നാടിനെ ഭരിച്ച 2 മുഖ്യമന്ത്രിമാരെയും അവരുടെ മരണത്തെയും സഭ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് പൊള്ളയായ വാക്കുകൾ കുത്തിക്കയറ്റി ആരെങ്കിലുമോ ഏതെങ്കിലുമോ ചില പ്രത്യേക കരിവാരി തേക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെതിരെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും. ഭാരതത്തെ പഠിച്ചു തുടങ്ങുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിലൂടെയാണ്. വിവിധതരം വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മയും എല്ലാം ഇതിൽ പെടും എന്നാണല്ലോ. മാധ്യമ പ്രവർത്തനം പഠിച്ചോ പഠിക്കാതെയോ തടിക്കള്ളന്റെ കാശിന്റെ ബലത്തിലോ ഒക്കെ ചിലർ എന്ന മാധ്യമ പ്രവർത്തകർ ആകുന്ന കാലത്ത് വിശ്വാസത്തെയും ആചാരങ്ങളെയും അപമാനിക്കുന്ന തരം താരതമ്യങ്ങൾ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലോ സംഭവിക്കുമ്പോൾ ഇന്ത്യയുടെ മേൽ കളങ്കം ചാർത്തിപ്പോകുന്നുണ്ട്. പുതുപ്പള്ളി പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹാദായുടെ നാമത്തിലുള്ള ആരാധനാലയമാണ്. അവിടെ ആയിരങ്ങൾ വന്നു പോകാറുണ്ട്. ആ ആരാധനാലയത്തിലോ സഭയ്ക്കോ പ്രത്യേക താല്പര്യങ്ങളില്ല. അങ്ങനെ വളച്ചൊടിക്കുവാൻ ഏതെങ്കിലും ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ വൈകല്യമായി കാണുന്നു. മലങ്കര സഭയെയും സഭാ പാരമ്പര്യത്തെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അവഹേളിക്കാൻ ശ്രമിച്ച മാധ്യമത്തോടും മാധ്യമ പ്രവർത്തകനോടുമുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചു കൊള്ളട്ടെ. ഇങ്ങനെയാണ് മലങ്കര സഭ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും അരുൺകുമാർ ചെയ്തത് എത്ര ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ വിശ്വാസി സമൂഹവും കോൺഗ്രസും തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.